മറ്റേ സംഭവം നീ ഓർക്കണ്ട. എടി നമ്മള് ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയ സംഭവം. ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയില്ലേ നമ്മള്? അടിക്കടി കുടുങ്ങാൻ നിങ്ങൾ വലിയ മത്സ്യങ്ങളുമാണോ? പുറകെ കുടുങ്ങുവാണോ? ഈ കഥ പറഞ്ഞിട്ടില്ലേ? ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ? ഇവള് പറഞ്ഞിട്ടില്ല. അതെന്താന്നറിയോ? അതിൽ വലിയ ഫണ്ണൊന്നും ഉണ്ടായില്ല. നീ അതുകൊണ്ടാ. ഫണ്ണുണ്ടോ ഇല്ലെന്ന് ഇവൻ പറയട്ടെ. ഞാനിതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ. നീ പറയടാ. പറയാല്ലേ? ചേട്ടാ ഞങ്ങള് സാറ്റ് കളിച്ചോണ്ടിരിക്കുക ലാസ്റ്റ് പീരീഡ്. സാറ്റ് കളി? അതെ അതെ അതെ. നമ്മുടെ കൂടുതൽ പഠിക്കുന്ന ജിനീഷാണ് അന്നേരം സാറ്റ് കളിക്ക് എണ്ണണത്. എന്നിട്ട് ഞാൻ ഒളിക്കാൻ വേണ്ടി നേരെ ഓടി ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി. അപ്പൊ ഇവളുണ്ടല്ലോ, ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി എന്ന് അറിയാതെ ഇവള് വന്ന് ഉപ്പുമാവരക്കകത്ത് കയറി. നീ കേറിയത് അറിയാതെ ഇവള് വന്ന് കയറി. ആ സമയത്തുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കയറിയത് അറിയാതെ ഈ ഉപ്പ ഉണ്ടാക്കുന്ന ചേച്ചി പുറത്തുനിന്ന് വന്ന് ഇതങ്ങ് പൂട്ടിട്ട് പോയി. ആ മെനകെട്ട പെണ്ണുമുള്ളിന് ആരാണ് ജോലിക്കെടുത്തത്? ഉപ്പുമാവരടക്കം നോക്കണ്ടേ നിങ്ങൾ രണ്ടോ? അതിനെ തിരിപ്പോട്ട് വന്നു കേക്ക് ചേട്ടാ, സംഭവം കേക്ക്. അങ്ങനെ ഞങ്ങളൊരു 6 മണി വരെ അതിനകത്ത് ഇരുന്നിട്ടും ആരും മഞ്ഞില്ലേട്ടാ. 6 ആയി 7 ആയി 8. ഇടോ ഒന്ന് ഒച്ച വെക്കാൻ മേലായിരുന്നു അതിനകത്ത്. വെക്കാൻ പറ്റുമോ? ജിനീഷ് സാറ്റടിക്കും വന്ന്. ഓ ലോജിക്ക്. ഇനി അവൻ ഒച്ച വെച്ചില്ലേ പോട്ടെ, നിനക്കൊന്നും ഒച്ച വെക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാന്ന് ഇവൻ എന്റെ വാ പൊത്തി പിടിച്ചേക്കല്ലേ? വാ പൊത്തി പിടിച്ചത് ഇവള് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ജിനീഷ് സാറ്റ് ഞങ്ങളെ കണ്ടുപിടിക്കും. എന്റെ ദൈവമേ, ഈ സാറ്റ് കളിയാണല്ലോ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു 9 മണി വരെ ഇരുന്നു ചേട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് പെടു എന്നുള്ള ഈ എല്ലാം വൈകിയ മനസ്സിലാക്കുള്ളൂ പെടുന്ന കാര്യം. അതെ. അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഈ വേലായുധം മാഷ് ഒരു ചുറ്റികയും പിടിച്ച് നേരെ ഇങ്ങനെ നടന്നു വരുക. അതാണ്. എന്നിട്ട് ആ ചുറ്റികനുണ്ടല്ലോ പൂട്ടൊരു ഒറ്റ തല്ലിപ്പൊളി നേരെ അകത്തേക്ക് കയറി ഒറ്റയടിക്ക് പൂട്ട് തുറന്നു. അതാണ് വേലായുധം മാഷ്. ഇത് മാഷല്ലടാ, തങ്കക്കുടം അച്ചിരി കണ്ടോ? ടൈമിംഗ് ഉള്ള മാഷേ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. മാതൃകാ അധ്യാപകനുള്ള നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിനെ നിന്ന് വാങ്ങിയതാണ് ഞാൻ. അതൊക്കെ ഇവിടെ. പക്ഷെ എനിക്ക് വേറെ കാര്യം നിന്നോട് പറയാനുണ്ട്, ഒരു പരിഭവം എനിക്ക് പറയാനുണ്ട്. എന്തുവാടാ? എന്നെ ചതിച്ചു. അധികം മറക്കല. നീ എന്നെ ചതിച്ചു. ഞാൻ പറഞ്ഞേക്ക്, ഇവന് പറഞ്ഞതൊക്കെ ശരി. അയ്യോ ഞാൻ ചതി പറ്റിയതിന് അതിന്റെ വേദന അറിയാവുള്ളൂ. ചതി പറ്റിയ നീ പറയണ. ചതി എന്താന്ന്? കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ ഒരു പ്രശ്നമില്ല, ഞാനത് ആ മൈൻഡിലേ എടുക്കുള്ളൂ. നീ പറയടാ. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവളെ എനിക്കൊരു മയിൽപ്പീലി തന്നു, പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെറൂന്നും പറഞ്ഞു. എന്നിട്ട് പെറ്റോ? ഇന്നലെ ഞാൻ എടുത്തു നോക്കി, അന്നേരവും പറ്റിട്ടില്ല. ഏതെങ്കിലും ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കാൻ മേലായിരുന്നു. പെറുവോന്ന് അറിയായിരുന്നു. 56 വയസ്സായി 6 അടി പൊക്കമായിട്ട് മൈപ്പീലിനെ പ്രസവിപ്പിക്കാൻ നടക്കും. നീ കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ചില്ല. നീ കഴിച്ചിട്ട് കാര്യം, നിനക്ക് മൈപ്പീല് പ്രസവിക്കുന്നതാണല്ലോ വിഷയം.